എന്തൊരു കഷ്ടം ഇത്. എനിക്ക് ഇത്രയും പ്രോബ്ലംസ് ഉണ്ടായി. ഞാൻ അതെൻ്റെ ഒരു ഫ്രണ്ടിനോട് ഷെയർ ചെയ്തപ്പോഴേ എന്നോട് പറയുകയാണേ, എന്തെന്നാ ഇതൊക്കെ ജീവിതമാണ്, ഇങ്ങനെയൊക്കെ നേരിടേണ്ടി വരും, ഇതൊക്കെ സാധാരണ, ഇതൊക്കെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, നിനക്ക് എന്താ ഇത്രമാത്രം പ്രശ്നമിരിക്കുന്നത്, ജീവിതം എന്ന് പറയുന്നൊരു മായയാണെന്ന്. മായയല്ല, മന്ത്രമാണ്. ഇനി അവൾ വരും എൻ്റെ അടുക്ക ഓരോന്നും പറഞ്ഞുകൊണ്ട്. അന്നേരം ഞാനും ഇതുപോലെ റെസ്പോണ്ട് ചെയ്യും. അന്നേരം അവൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. എനിക്ക് വട്ടായും തോന്നുന്നുണ്ടല്ലേ? ഇത് വട്ടമൊന്നുമല്ല. ഇത് ദിവസം നമ്മൾ കാണുന്ന പല സിറ്റുവേഷൻസിലൊരു സിറ്റുവേഷൻ മാത്രമാണ് അല്ലേ. നമുക്ക് ഇഷ്ടമില്ലാത്തതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ നേരിടുന്നവരാണ്. അപ്പോൾ കഴിയുന്നത് നമ്മൾ അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളൊരു പ്രവണതയാണ് ഇവിടെ കാണിക്കുന്നത്. അത് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ നമുക്ക് നല്ല രീതിയിൽ മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷേ എന്നാലും ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്ക് വിഷമം തോന്നരുതെന്ന് കരുതി നമ്മൾ വിഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ചെയ്യുന്നത്. ശരിക്കും നമ്മളല്ലേ നമ്മുടെ ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അല്ലാതെ മറ്റുള്ളവരാണോ? എന്തിനാ നമ്മൾ എന്തെങ്കിലും ഒരു വിഷമമുണ്ട് വല്ലവരോട് ഷെയർ ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനത്തെ റെസ്പോൺസ് കിട്ടിക്കഴിയുമ്പം അവർ ശരിക്കും പറയുന്നത് ആശ്വസിപ്പിക്കുന്ന രീതിയിൽ പറയുന്നത്, പക്ഷെ നമ്മളതൊരു പോസിറ്റീവ് സെൻസിൽ എടുക്കത്തില്ല. സോ അത് നമ്മളുടെ ഇമോഷൻസിനെ നമ്മളാണ് റെസ്പെക്റ്റ് ചെയ്യേണ്ടത്. ഇഷ്ടമില്ലാത്ത സിറ്റുവേഷൻസ് എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ ഉണ്ടാവുമ്പം അത് എതിരെ നിൽക്കുന്ന ആൾക്ക് വിഷമം ഉണ്ടാവും എന്നല്ല കരുതേണ്ടത്. നമുക്കും കൂടെ നമ്മളെ നല്ല രീതിയിൽ അത് എഫക്റ്റ് ചെയ്യുമോ എന്നുള്ളത് മനസ്സിലാക്കി കഴിയുമ്പോൾ ആ ആളെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞ് മുന്നോട്ട് പോകണം നമ്മൾ. അല്ലാതെ ഇതും പറഞ്ഞുകൊണ്ട് നമ്മൾ മനസ്സിനെ കൂടുതൽ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ട് നമ്മൾ കൂടുതൽ നമ്മുടെ മനസ്സിനെ അലട്ടുക ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്താ പറ്റുക, കുറേ നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ മനസ്സിൽ വരും, നമ്മുടെ മൈൻഡ് നമ്മുടെ കൺട്രോളിൽ നിൽക്കാതെ വരും. ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, അതിനെ അക്സെപ്റ്റ് ചെയ്യണം, എന്നിട്ട് മുന്നോട്ട് പോകണം. മനസ്സിലായല്ലോ? സോ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോയുടെ പേര് ഡോക്ടർ മഞ്ജു പത്മകുമാർ. താങ്ക് യു.